അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസആ ഫീ ഖറാബിഹ എന്ന് തുടങ്ങുന്ന വിശദമായ ആയത്തിലെ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ പള്ളികൾ തകർക്കുകയും അവിടെ അള്ളാഹുവിൻ്റെ ദിക്റും സലാത്തും നിസ്കാരവും തടയുകയും അതിൻ്റെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അങ്ങനെ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ അങ്ങേയറ്റത്തെ അപമാനവും പരലോകത്ത് കഠിന ശിക്ഷയുമാണ് ഉള്ളത് എന്ന് ഈ ആയത്ത് നമ്മെ സവിസ്തരം പഠിപ്പിക്കുന്നു. ലോക ചരിത്രത്തിലെ പള്ളി തകർത്തവരും പള്ളിയുടെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരുപാട് പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായി പറയപ്പെടുന്നത് അബ്രഹത്ത് രാജാവാണ്. അദ്ദേഹം കഅബയുടെ കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് അങ്ങേയറ്റം നിരാശയും സങ്കടവും തോന്നിയിരുന്നത്. അദ്ദേഹം കഅബയിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുന്നു, ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് സന്ദർശനാവശ്യാർത്ഥം എത്തുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ നാട്ടിൽ വലിയ ഒരു കനീസ നിർമ്മിച്ചു. കഅബ പോലെ അവിടത്തേക്ക് ആളുകളെ ആകർഷിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ആരും വന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം അപമാനകരമായ ഒരു സംഭവവും ഉണ്ടായി. അദ്ദേഹം നിർമ്മിച്ച കനീസയിൽ ആരോ വിസർജിച്ചു വെച്ചു. ഇത് അറബികളാണ് ചെയ്തത് എന്ന രൂപത്തിൽ വാർത്തയും പരന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാത്രമേ തൻ്റെ കനീസയിലേക്ക് ആളുകൾ എത്തുകയുള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആയതിനു വേണ്ടി അദ്ദേഹം ആനപ്പടയുമായി പുറപ്പെട്ടു. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം മക്കയുടെ സമീപത്തെത്തിയപ്പോൾ അള്ളാഹു അബാബീൽ പക്ഷികൾ എന്ന് പറയുന്ന ഒരു തരം ചെറിയ കിളികളെ സിജ്ജീലിൽ ഊട്ടപ്പെട്ട, നരകത്തിൽ ഊട്ടപ്പെട്ട ചെറിയ ഒരു തരം കല്ലുമായി പറഞ്ഞേക്കുകയും ആ കല്ല് മഴ വർഷിച്ചപ്പോൾ ആനപ്പട ചത്തൊടുങ്ങുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അതിനുശേഷം പല നാടുകളിലും ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളിലും ഇതുപോലെ പള്ളി തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തവർക്കും അതിനു വേണ്ടി പരിശ്രമിച്ചവർക്കുമെല്ലാം തന്നെ കഠിനമായ ശിക്ഷ
ദുനിയാവിൽ നിന്ന് തന്നെ അപമാനവും നിസ്സാരതയും കിട്ടിയിട്ടുണ്ട്. പരലോകത്ത് കഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെ തെളിവായി വരുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടായ ഇത്തരം വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന അയോധ്യയിലുണ്ടായിരുന്ന പള്ളി, എന്നുവെച്ചാൽ ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ബാബർ ചക്രവർത്തി നിർമ്മിച്ച വലിയൊരു പള്ളി. ആ പള്ളിയിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു രാമവിഗ്രഹം കണ്ടു എന്നും തുടർന്ന് അതിൽ തർക്കമന്ദിരം എന്ന രൂപത്തിൽ മാറുകയും പിന്നീട് 1992 ആ പള്ളി തകർക്കുകയും ചെയ്തു. ആ പള്ളി തകർക്കാൻ അക്കാലത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ ഒന്ന് LK അഡ്വാനി എന്ന ലാൽ കൃഷ്ണ അഡ്വാനി, മുരളി മനോഹർ ജോഷി, കല്യാൺ സിംഗ് തുടങ്ങിയ BJP നേതാക്കളും അതേപോലെ തന്നെ അക്കാലത്തെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയും ആയിരുന്നു ആ സംഭവത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തി അതിന് വേണ്ട ഒത്താശകൾ ചെയ്ത് ആ പള്ളിയുടെ തകർച്ചയിലേക്ക് കലാശിച്ചത്. അവർക്കും ചരിത്രപരമായ തിരിച്ചടി കിട്ടുന്നതാണ് പിന്നീട് നാം കണ്ടത്. ഇന്ത്യ രാജ്യം തുടക്കം മുതൽ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇവിടെ ഭരണം നടത്തിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെ, അതിനുശേഷം മൻമോഹൻ സിംഗ് വരെ നിരവധിയായ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യം ഭരിക്കുകയും പ്രമുഖ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ ഇവരുടെയെല്ലാം ഫോട്ടോ അടക്കം തൂക്കിയിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനു ശേഷം ഈ ബാബരി മസ്ജിദ് പൊളിക്കാനുണ്ടായ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ LK അഡ്വാനി എന്ന BJP നേതാവിന് രാഷ്ട്രീയപരമായി മേൽക്കോയ്മ ഉണ്ടാക്കി BJPയെ രാഷ്ട്രത്തിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. അതുപോലെ ഒരു സംഘി മനസ്സുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരസിംഹറാവുവിന് RSSൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നതുമായി ഒക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയായി പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇതിന് നേതൃത്വം കൊടുത്തവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്, കാലം അവർക്ക് വേണ്ടി കരുതി വെച്ചത് എന്തായിരുന്നു എന്ന് കൂടി നോക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ഈ വചനത്തിലെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ആ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവു, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സേനയെ അയച്ചുകൊണ്ട് അവിടെയുള്ള കർസേവ എന്ന് പറയുന്ന പള്ളി പൊളിക്കൽ കർമ്മം അദ്ദേഹത്തിന് തടയാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം പോയി എന്ന് മാത്രമല്ല, ഹിന്ദു ആചാരപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ അത് അവർ വലിയ ആചാരങ്ങളോടുകൂടി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊക്കെ മരിച്ചു കഴിയുമ്പോൾ രാജ്യത്ത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും. എന്ന് വെച്ചാൽ TV-ക്കാരും പത്രക്കാരും എല്ലാം അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യും, ജനമനസ്സുകളിലേക്ക് അവരെ പ്രതിഷ്ഠിക്കും. അവരെത്ര മോശക്കാരാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, അദ്ദേഹം അപമാനിതനായി മരിച്ചു. കോൺഗ്രസിൻ്റെ എല്ലാ വേദികളിലും വെറുക്കപ്പെട്ടവനായി അങ്ങനെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡം ഇവർ സാധാരണ കത്തിക്കുന്നത് പോലെ കത്തിച്ചു. പക്ഷേ
പകുതി വെന്ത് പകുതി മാത്രമേ കത്തിയിട്ടുള്ളൂ. അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു. ഹിന്ദുക്കൾ തന്നെ മനസ്സിലാക്കി ഈ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട്, ഇയാൾക്ക് ദൈവകോപം ഏറ്റിട്ടുണ്ട് എന്ന് ഹിന്ദുക്കൾ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണം അതുപോലെ തന്നെ ഈ കത്തിക്കലും കഴിഞ്ഞ ദിവസം വലിയ ടി വിയിലും പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത വരേണ്ടതായിരുന്നു. പക്ഷേ അന്നേ ദിവസമാണ് രാജ്യത്ത് സുനാമി അടിച്ചു വീശുന്നത്. ഈ സുനാമിയിൽ ഒരുപാട് പേര് മരിച്ചു, പലയിടത്തും വെള്ളം കയറി, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എല്ലാ പത്രക്കാരും ടി വിക്കാരും ആ വാർത്തയുടെ പിന്നാലെ പോയി നരസിംഹറാവുവിന് ഏറ്റ ജീവിതത്തിലും മരണത്തിലും അപമാനിക്കപ്പെട്ടുകൊണ്ട്, വെറുക്കപ്പെട്ടവനായിക്കൊണ്ട്, അവരുടെ നാട്ടുകാർക്കോ കുടുംബത്തിനോ പോലും വേണ്ടാത്തവനായിക്കൊണ്ട് അപമാനത്തോടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏത് രാജ്യത്താണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ നേതൃത്വത്തിലും ഭരണത്തിലും എത്തുന്ന മുസ്ലിങ്ങളായ നേതാക്കന്മാർക്ക് അവർ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും വലിയ പരിഗണന കിട്ടുന്നില്ല എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുള്ളൊരു രാജ്യമാണ് നമ്മുടേതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ APJ അബ്ദുൽ കലാം എന്നൊരു മുസ്ലിം പേരുള്ള ഒരു രാഷ്ട്രപതി മരിച്ചപ്പോൾ എത്രത്തോളം വാർത്താ കവറേജും പ്രാധാന്യവും കിട്ടിയിരുന്നു എന്ന് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ നരസിംഹറാവുവിന് അള്ളാഹു കൊടുത്ത അപമാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും BJP ഈ സംഭവത്തിന് ശേഷം വളരാൻ തുടങ്ങി. ജനമനസ്സുകൾ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടത് കൊണ്ട് ഇവർ അധികാരത്തിൽ വന്നു 2014. സ്വാഭാവികമായി ആ സമയത്ത് പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നത് ഈ പറയപ്പെട്ട LK അഡ്വാനി എന്ന ആളായിരുന്നു. അതിനു മുമ്പും കുറച്ചു കാലം BJP ഭരിച്ചിരുന്നു. അന്ന് പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നത് ഈ പറയപ്പെട്ട LK അഡ്വാനി ആയിരുന്നു. എങ്കിലും BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ മറ്റുള്ള പാർട്ടികളുടെ പിന്തുണ കൂടി സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിച്ചപ്പോൾ BJPയുടെ ഒരു സൗമ്യമുഖമായ വാജ്പേയിയെ പ്രധാനമന്ത്രിയാക്കി. അപ്പോൾ LK അഡ്വാനിയുടെ അവസരം നഷ്ടപ്പെട്ടു. അന്ന് പറഞ്ഞത് BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം ഉണ്ടാകുന്ന സമയത്ത് വൻ ശക്തിയായിക്കൊണ്ട് ഇദ്ദേഹത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരും എന്നായിരുന്നു. എന്നാൽ 2014 BJP ഇപ്രകാരം വലിയ തോതിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു. എന്താ ഉണ്ടായത്? ആ സമയത്ത് അതുവരെ അഡ്വാനിയുടെ 7 അയലത്ത് പോലും വരാൻ കഴിവില്ലാതിരുന്ന, സംഘടനാപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന അമിത്ഷാ മോഡി കൂട്ടുകെട്ട് 75 വയസ്സിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് LK അഡ്വാനിയെയും അതുപോലെ ഈ മുരളി മനോഹർ ജോഷിയെയും എല്ലാം തഴഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ വന്നു. അതോടെ പാർട്ടി വൃത്തങ്ങളിൽ ഈ LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും വെറുക്കപ്പെട്ടവരായി. ഏത് തരത്തിലും അവരെ തഴയുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്ന നിലപാടാണ് ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് നടത്തി വന്നത്. അതോടെ അവരുടെ സ്ഥാനവും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടെ നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ BJPയെ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായി എന്ന് പറയുന്നത് ഈ പള്ളി തകർത്ത ഇവരായിരുന്നു. ഇവരുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. വിനയ് കത്യാരി, അതുപോലെ തന്നെ ഉമാഭാരതി തുടങ്ങിയ ഒരുപാട് പേര്. കല്യാൺ സിംഗിന് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് പോലും രാജ്യത്തെ ആരും അറിഞ്ഞില്ല. അദ്ദേഹം മരിച്ച വാർത്ത പോലും എവിടെയും വന്നില്ല.
LK അഡ്വാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി തകർത്തതുമായ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ചില കേസുകൾ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങുക എന്നത് മാത്രമാണ് മിച്ചം. അന്ന് ആ പള്ളി പൊളിക്കാനുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇന്നും ജീവനോടെ ഇരിക്കുന്നു. പിന്നീട് ആ പള്ളി തകർത്ത സ്ഥലത്ത് സുപ്രീം കോടതി അനുമതിയോടുകൂടി ഇവർ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാരെയും നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ക്ഷണിച്ചു. എല്ലാവർക്കും അക്ഷതം കൊടുത്തു. എല്ലാവരെയും ആദരിച്ച് ക്ഷണിച്ചെങ്കിലും ഇതിന് നേതൃത്വം നൽകിയ അമിത്ഷാ ഈ പറഞ്ഞ LK അഡ്വാനിയോടും മുരളി മനോഹർ ജോഷിക്കും കത്തയച്ചത് തന്നെ നിങ്ങൾക്ക് പ്രായം കൂടിയത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പരിപാടിയിൽ വരാതിരിക്കാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന കത്തയച്ചു എന്നതും രാജ്യത്ത് വിവാദമായി. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോഴും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ അങ്ങേയറ്റം അപമാനവും പേറിക്കൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിന് ശേഷം ഈ പള്ളി പൊളിച്ചെടുത്ത് പ്രത്യേകം കോടതിയെയും മറ്റും ഇടപെടിച്ചുകൊണ്ട് പ്രത്യേക ഓർഡറുകൾ വാങ്ങിക്കൊണ്ട് ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ എന്ന രീതിയിൽ ഈ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടി ഒരുങ്ങിയത് നരേന്ദ്രമോദിയും അമിത്ഷായുമായിരുന്നു. ഈ നരേന്ദ്രമോദിയുടെ കാര്യം നമുക്കറിയാം. 2014 മുതൽ അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാവുക എന്ന രീതിയിലാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ഒരു മഹാനായ വിശ്വഗുരു എന്ന മട്ടിൽ ആദരിച്ചു വരികയായിരുന്നു. എവിടെ മോഡി പോയാലും അവിടെ ആൾക്കൂട്ടം, എവിടെ പോയാലും സ്വീകരണം. എന്താണോ മോഡി പറയുന്നത് അതിലപ്പുറം പറയാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു നമ്മുടെ രാജ്യത്ത് സംജാതമായിരുന്നത്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ പള്ളി നിന്ന സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ക്ഷേത്രം പണിയുകയും അതിനെ വോട്ടാക്കി മാറ്റി തനിക്ക് 400 സീറ്റോടെ വീണ്ടും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയോടു കൂടെയാണ് നരേന്ദ്രമോദി പിന്നീട് മുന്നോട്ട് പോകുന്നത് കണ്ടത്. അദ്ദേഹം അതിനുവേണ്ടി ഒരു പൂജാരിയുടെ വേഷം കെട്ടി അവിടെയുള്ള ഒരു പുരോഹിതനായി സ്വയം ചമഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇതൊരു പള്ളിയുടെ സ്ഥാനമാണ്, വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് എന്നൊന്നും അദ്ദേഹം ഓർത്തില്ല, അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവം നടിച്ചില്ല. പിന്നീട് വരുന്നതെല്ലാം അദ്ദേഹത്തിന് മുസീബത്തുകളാണ്. കാലം കറങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തെ ജനം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അപമാനം അദ്ദേഹത്തെയും പൊതിയാൻ തുടങ്ങി. ഇപ്പോഴിതാ ഒരു മാനസിക രോഗി എന്ന വണ്ണം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് എന്ന രൂപത്തിൽ ഓരോ ദിവസവും വാക്ക് മാറ്റി മാറ്റി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തന്നെ പെരുന്നുണയൻ കിങ് ലെയർ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ലോകത്ത് മൊത്തം ഇദ്ദേഹം ട്രോളായി മാറിയിരിക്കുന്നു. തൻ്റെ ഈ ഉദ്യമം, അതായത് ഈ പള്ളി തകർത്ത സ്ഥലത്ത് അമ്പലം പണിയാനുള്ള ശ്രമം വേസ്റ്റായിരുന്നു, അത് താൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അതുകൊണ്ട് തനിക്ക് വോട്ട് കിട്ടാനല്ല ഉള്ളത് നഷ്ടപ്പെടാനാണ് പോകുന്നത് എന്ന് അദ്ദേഹവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനി അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങേയറ്റത്തെ അപമാനമായിരിക്കും അദ്ദേഹം കാത്തിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നൊന്നുമില്ല, പ്രവചനവും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, BJP അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ പള്ളി പൊളിച്ച സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ദിക്റുകളും ഇതും തടയുക എന്ന ഉദ്ദേശത്തോടു കൂടെ ശ്രമിച്ച ഈ മോഡിയെ കാത്തിരിക്കുന്നത് ദുനിയാവിൽ വെച്ച് അങ്ങേയറ്റം അപമാനമാണ്, നിസ്സാരതയാണ്, ഫളീഹത്താണ്.
ലഹും ഫിദ്ദുന്യാ ഹിസിയുൻ, അവർക്ക് ദുനിയാവിൽ അങ്ങേയറ്റം സങ്കടകരമായ വേദനയുണ്ടാക്കുന്ന കാര്യം, അപമാനം അവരെ കാത്തിരിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ BJPക്ക് എതിരെ മത്സരിക്കുന്ന കോൺഗ്രസും മറ്റും അധികാരത്തിൽ വന്ന് ഇയാൾ ജയിലിൽ പോവുകയോ അതല്ലെങ്കിൽ BJPക്ക് തുടർ ഭരണം കിട്ടുന്നതോടുകൂടി 75 വയസ്സ് എന്ന പരിഗണന വെച്ചുകൊണ്ട് ഇയാളെ തഴഞ്ഞ് അങ്ങേയറ്റം വെറുക്കപ്പെട്ടവനായി ഇയാൾ മാറുകയോ ചെയ്യും എന്ന യാഥാർത്ഥ്യം ഇയാൾക്ക് മറ്റെല്ലാവരെക്കാളും അറിയാമെന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇദ്ദേഹം ഈ വർഗീയത തന്നെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പറയുന്നു, എനിക്ക് രാജ്യത്തെ മുസ്ലിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല, അങ്ങനെ ഞാൻ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പരസ്പരം വെറുപ്പിച്ചിരുന്നുവെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറയുന്ന മനുഷ്യൻ പിറ്റേ ദിവസം മറ്റൊരു വേദിയിൽ വെച്ച് പറയുന്നു, രാജ്യത്തെ കൊള്ളയടിക്കുന്നവരും ഇവിടെ പ്രസവിച്ച് കൂട്ടുന്നവരുമാണ് മുസ്ലിങ്ങൾ എന്ന്. അപ്പം ഇയാളുടെ നില തന്നെ തെറ്റിപ്പോയിരിക്കുന്നു, ഭ്രാന്തനായിരിക്കുന്നു. അപമാനം 4 ഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് പള്ളി തകർക്കാൻ പോയവർക്കുള്ള ശിക്ഷ എന്ന് വരും തലമുറയ്ക്ക് പാഠമാകുന്ന വിധത്തിൽ ഈ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും തകർക്കാൻ ശ്രമിക്കുന്നവർ തകർത്തുകൊണ്ടേയിരിക്കും, അപമാനവും അതുപോലെ കഠിന ശിക്ഷയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. അള്ളാഹു പള്ളിയെ പരിപാലിക്കുന്ന പള്ളിയുമായി കൽബുഹു മുഅല്ലക്കും ബിൽ മസാജിദി, അവരുടെ മനസ്സ് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്, കെട്ടപ്പെട്ടതാണ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.